ഗൈസ്, ട്രാവൽ വിത്ത് ട്രിവിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴേ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇൻട്രോ എടുത്തില്ല, കാരണം കുറച്ച് പ്രകൃതി രമണീയത കാണിച്ചിട്ട് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് എടുക്കുകയാണ്. അപ്പം നമ്മളിപ്പം വട്ടവട റൂട്ടിലാണ്. മൂന്നാർ നമ്മൾ വട്ടവട പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം നല്ലൊരു സ്ഥലം കണ്ടു. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു നമുക്ക് ഇൻട്രോ എടുക്കാം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ. കാരണം ആൾക്കാരൊക്കെ നമ്മൾ നോക്കുന്നത് കേട്ടോ, നമ്മളെ ഇവന്മാരെന്താണ് രണ്ടെണ്ണം കൂടെ ഇവിടെ നിന്നേ കാണിക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോഴും നമ്മൾ വട്ടവട റൂട്ടാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, വാവ്, ജസ്റ്റ് വാവ്, കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും തമിഴ്നാട്ടിൽ ഊട്ടിയിലും കൊടൈക്കനാലിലേക്കാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ കേരളമാണ്, കണ്ടില്ലേ, ദൈവത്തിൻ്റെ സ്വന്തം നാട്. കോടയാണ്. ആ ഇടയ്ക്കൊക്കെ നല്ല വൈറ്റായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടയാണ്. അതെ, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഒരു യാത്ര അല്ലേ, യാത്രയ്ക്ക് ഇറങ്ങിയിട്ട് രാവിലെ 6 മണിക്ക് എഴുന്നേക്കുന്നത്. പൊതുവെ ഞങ്ങൾ ഒരു 9 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് അൺടൈമിന് പോയിട്ട് പിന്നെ നമുക്ക് വ്യൂസ് ഒന്നും കിട്ടൂല, നല്ലൊരു വ്യൂസ് കിട്ടൂല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ലേ ദീമ അലാറം വെച്ച് എന്നെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ നമ്മൾ ഇനിയുള്ള യാത്രകളിൽ നമ്മളും തീരുമാനിച്ചിട്ട് നമ്മൾ കുറച്ച് രാവിലെ എഴുന്നേക്കണം എന്നുള്ളതൊക്കെ. അപ്പം നല്ല ഇതേപോലത്തെ കാഴ്ചകൾ അന്നാലേ കാണാൻ പറ്റൂ. കാരണം ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയാണ് ഇതിനൊക്കെ. മലനിരകൾ മൊത്തം മഞ്ഞ് മൂടി കിടക്കുകയാണ്. സൗണ്ടൊക്കെ പോയി രാവിലെ തന്നെ. ഇത് നമ്മൾ താമസിച്ച റൂമിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന ഒരു 6 മണി ടൈമിലുള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പം എടുത്തങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട് കാണാൻ. രാവിലെ എഴുന്നേറ്റ് കാണുന്ന കാഴ്ച അതിമനോഹരം. നമ്മളങ്ങനെ ഇൻട്രോ വീഡിയോയൊക്കെ എടുത്തിട്ട് അടുത്ത് വീണ്ടും വട്ടവടയിലോട്ട് യാത്ര തിരിച്ചു. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ കോരി ചെറിയുന്ന തണുപ്പ്. രാവിലെ ഒരു 7 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. ഫുള്ള് മഞ്ഞിങ്ങനെ കിടക്കുമോ, മഞ്ഞ് വന്ന് പോകുന്നു. ചുണ്ടൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നു. അങ്ങനെ പോകുന്ന വഴി ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ എടുക്കാതിരിക്കുന്നത് അങ്ങനെ അറിയാതെ അങ്ങ് എടുത്തു പോവുകയാണ്. നല്ല ഭംഗി ഇങ്ങനെ. രാവിലെ ഇന്നലെ ഭയങ്കര വെയിലായിരുന്നു, ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്. രാവിലെ 7 മണിക്കുള്ള ഇവിടുത്തെ കാലാവസ്ഥയാണ്. കോടമഞ്ഞ് മൂന്നാർ ഇന്നലെ രാത്രിയത്തെ ഒരു ഇത് വെച്ചിട്ട് ഇന്നൊന്നും കാണാൻ പറ്റില്ലെന്ന് വിചാരിച്ചാണ്. നടക്കുന്ന നമ്മളിപ്പോ വട്ടവട പോകുന്ന റൂട്ടിൽ ഇത് ഇവിടുത്തെ എലഫന്റ് പാർക്കാണ്. ഇതിനകത്ത് കയറിയ ആനേനെയൊക്കെ കാണാം. സഫാരിയാണ്, എലഫന്റ് സഫാരി. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ പോയാൽ മാട്ടുപ്പെട്ടി ബോട്ടിംഗ് ആണ്. സംസാരിക്കാൻ പറ്റുന്നില്ല, തണുത്തിട്ട് ചുണ്ടൊന്നും പ്രതീക്ഷിക്കുന്ന സ്ഥലത്തോട്ട് വരുന്നില്ല. ഇവിടുത്തെ സ്കൂൾ കാർമലഗിരി CMI പബ്ലിക് സ്കൂൾ. കാർമലഗിരി മലനിരകളുടെ ഈ സ്കൂൾ. 36 കിലോമീറ്റർ ഉണ്ട് വട്ടവട. സൂര്യൻ വരുന്നുണ്ട്, പക്ഷെ മഞ്ഞ് കാരണം സൂര്യനെ വെളിയിലോട്ട് കാണുന്നില്ല. ഓ എൻ്റെ അമ്മേ, സവാരി ഒന്നുമില്ല തോന്നുന്നു. കുതിരയുണ്ട്.
കുതിരസവാരി ഇല്ല തോന്നണല്ലേ ഇവിടെ? ഉണ്ടോ? ഇതൊക്കെ കുതിരത്തെഴുത്തല്ലോ. ഈ രണ്ട് സൈഡും മറ്റേ നമ്മുടെ റിപ്പിൾ ടീയുടെ ആണെന്ന് തോന്നുന്നു. റിപ്പിൾ ടീയുടെ ടീ പ്ലാന്റേഷനാണ്. പച്ചവൊന്നുമില്ല കേട്ടോ ഇവിടെ. എല്ലാത്തിനും ഉള്ളി ബംഗ്ലാവൊക്കെ ഉണ്ട് അവിടെ. ഇതൊരു ഫുള്ള് ഉള്ളി. ഇതാണ് നമ്മുടെ റിപ്പിൾ ടീയുടെ ഫാക്ടറി. അവര് അത് തേയില ഫുള്ള് നുള്ളി എടുത്തത്. വിളവെടുപ്പ് സമയമൊക്കെ കഴിഞ്ഞത്. നമ്മുടെ ഡാം വെള്ളത്തിൽ കയറ്റി. ഇവിടെ നമ്മൾ പതുക്കെ പോണം. ഇത് ആന മറ്റേ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. ആനയെ കാണാൻ പറ്റും എന്ന് ഉറപ്പൊന്നുമില്ല, എങ്കിലും പോയി നോക്കാം. ആനയെ കണ്ടാ പേടിച്ചു. പശു ഉണ്ട്, പാവാണെന്ന് തോന്നുന്നു. അതാണ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്. ആന ക്രോസ് ചെയ്യുന്നതാണ് എഴുതി വെച്ചേക്കുന്നതെങ്കിലും പശുക്കളൊക്കെ നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത്. വൈകുന്നേരം ടൈമിലൊക്കെ ആയിരിക്കും ആനയെ കാണാതിരിക്കട്ടെ. കാറിലല്ല ബൈക്കിലാണ്. ഓടാൻ വയ്യ. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര തണുത്ത് വിറയ്ക്കുന്നു. കൊടൈക്കനാലിൽ പോയിട്ട് ഇങ്ങനെ അനുഭവമില്ല. കൊടൈക്കനാലിൽ മഴ പെയ്ത ടൈമിൽ കിട്ടിയ തണുപ്പ് വെള്ളമായിരുന്നു. മഴയൊന്നുമില്ല. നല്ല രാവിലെ തന്നെ നല്ല തണുപ്പ്. ഇവിടെ നിരന്നിരുന്ന ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളവർ തന്നെയാണെന്ന് തോന്നുന്നു. അതെ, നമ്മളിത് അവിടെ നിന്ന് കണ്ട ഡാം ഇതിൽ തന്നെ വന്ന് ജോയിന്റ് ആവുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊരു ലേക്കാണ്. ഇതുണ്ടല്ലോ, അങ്ങ് കിടക്കുകയാണ്. ഇത് നമ്മൾ വന്ന വഴി ഞാൻ പറഞ്ഞില്ല, സൈഡ് ഇപ്പുറത്തെ സൈഡ് കാണുന്നത് അത് ഫുള്ള് ഇതാണ്. ഇവിടെ ഇച്ചിരി കൂടെ നമ്മൾ വന്ന വഴി ചായ കുടിക്കാന്ന് വിചാരിച്ചു. രാവിലെ ചായ കുടിച്ചില്ല, തണുപ്പും കൂടെ ആയിട്ട് പറ്റുന്നില്ല. കോഫി വേണോ ടീ വേണോ പറ? എനിക്കൊരു ടീ മതി. വരുന്ന വഴി ഭക്ഷണമൊക്കെ കഴിച്ച് വന്നോണ്ട് പോകുന്ന വഴിയിലുള്ളൊരു കാഴ്ച. വെയിലിങ്ങനെ ഉദിക്കുന്നുണ്ട്. വെയിൽ ഉദിക്കുന്നതിനകത്ത് നമ്മളില്ല സീനറികളിലൊക്കെ കാണത്തില്ലേ, അതേപോലെ മല, മഞ്ഞ്, തേയിലത്തോട്ടം, കോട, പിക്ചറൊക്കെ വരച്ച് വെക്കുന്ന പോലെ. നമ്മള് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാർ കാണും. എനിക്ക് ഒരു സ്ഥാപനമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളത് ക്ലോസ് ചെയ്തിട്ട് വരെയൊക്കെയാണ് യാത്രകൾ നടത്തുന്നത്. പക്ഷെ നമ്മള് ഒരു ജീവിതകാലം മൊത്തം ഇങ്ങനെ ജീവിച്ച് ഒന്നും കാണാതെ, അല്ലെങ്കിൽ നമ്മുടെ വീട്, നമ്മുടെ സ്ഥാപനം ഇങ്ങനെ മാത്രം ഇരുന്ന് നമ്മൾ ആ ഒരു സർക്കിളില് നമ്മളെ വീട്ടിൽ മരിച്ചുകൊണ്ട് എന്ത് കാര്യമാണ്? ഇതൊന്നും കാണാതെ മരിച്ചിട്ട് ഒരു കാര്യമില്ല. അവസാനം ദൈവം തന്നെ നമ്മുടെ ചോദിക്കും, നിന്നെ ഞാൻ ഇതൊക്കെ കാണാനല്ലേ താഴോട്ട് വിട്ടത്? ഇതൊക്കെ കാണാതെ. അപ്പൊ ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ എന്നും കുറ്റപ്പെടുത്തും. നമ്മുടെ സന്തോഷം എന്താണോ അതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുക. ഇവിടെ തേയിലത്തോട്ടമാണ്. ഇതിന്റെ മുകളിൽ തേയിലത്തോട്ടം, ഒരു സൈഡിൽ മലനിരകൾ. തമിഴ്നാട് ക്രോസ് ചെയ്തിട്ട് എപ്പോഴും കേരളത്തിൽ തന്നെയാണ്. ഇനി നമ്മളിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി ഒരു 10-15 മിനിറ്റ് അവിടെ നിന്ന്. ഇപ്പൊ അതാണ് കണ്ടോ, ഇനി ഒരു എത്ര കിലോമീറ്റർ, 20 കിലോമീറ്റർ വട്ടവട എത്താൻ. ഇതൊന്നുമല്ല കോമഡി. നമ്മള് കൊടൈക്കനാലിൽ പോയപ്പോ ഫുള്ള് കേരള വണ്ടികളായിരുന്നു കേട്ടോ. കേരളത്തിൽ വന്ന് കറങ്ങിയപ്പോ ഇവിടെ മൊത്തം തമിഴ്നാട്.
വിളിച്ചിട്ട് തന്നെ നമ്മുടെ കേരളം ഇപ്പൊ അവര് മലയാളികളെന്ന് പറയാൻ പക്ഷെ തമിഴാണ്, അവർക്ക് മലയാളം വായിക്കാനൊന്നും അറിയില്ല. പക്ഷെ അവരുടെ വോട്ടർ ID, അവരുടെ സ്ഥലം എല്ലാം മൂന്നാറിലുള്ള മോസ്റ്റിലുള്ള തമിഴ്നാട്ടുകാരും അവര് എന്താ പറയാ തമിഴ്നാട്ടുകാരെന്ന് അവര് പറയാൻ കഴിയില്ല. കാരണം അവരുടെ ഒരു 4-5 തലമുറയ്ക്ക് മുന്നേ ഇവിടെ ഈ തേയിലെന്നുള്ള വന്ന് ഇങ്ങനെ തലമുറകളായിട്ട് അവരിപ്പോ ഇവിടെയാണ്. പക്ഷെ അവർക്ക് മലയാളം അറിയില്ല. മീൻസ് മലയാളം എഴുതാനും അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ അവര് മലയാളികളാണ്. മലയാളികളായി പറഞ്ഞാൽ തമിഴരാണ്, പക്ഷെ അവര് മലയാളികളാണ്. മോസ്റ്റ്ലി ഉള്ള ആൾക്കാർ അങ്ങനെയാണ്. കാരണം നമ്മൾ തന്നെ അന്നുണ്ട് എവിടെ പോയാലും അവര് തമിഴാണ് സംസാരിക്കുന്നത്. കടകളില്